അപ്പൊ രജി ഇനി പാടുന്ന പാട്ട് ഏതാണ്? ഇനിയൊരു ഡ്യുവറ്റ് സോങ് ആണ് സർ. ആരാണ് കൂടെ? സോണി മോഹൻ പറഞ്ഞ ഒരു കുട്ടിയാണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിംഗർ. സോ വെൽക്കം സോണി മോഹൻ ഫ്രം കൊച്ചിൻ. ഹായ് സോണി. ഹായ് മാം. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഏത് പാട്ടാ പാടാൻ പോകുന്ന രണ്ടുപേരും കൂടി? ഞങ്ങൾ ഇന്ന് പാടുന്നത് ശിവകര ഡമരുക ലയമായി നാദം. ചിത്ര ചേച്ചിയും ഗായത്രിയും കൂടി പാടിയ പാട്ടല്ലേ? ഓ അടിപൊളി, നല്ല ഒരു കമ്പോസിഷൻ ആണ്. രാജാ സർ അഗൈൻ. ശിവകരടമരുകലയമായി നാദം നാദ്രധനധീരന നധിരധീം തനാ നാദ്രധനധീരന നധിരധീം തനാ ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നാദ്രധനധീരന നധിരധീം തനാ നാദ്രധനധീരന നധിരധീം തനാ. ബഹുവിധമേളം ബഹുതരനാദം അറിയാൻ കരളിൽ ഒരു താളം ബഹുവിധ വർണ്ണം ബഹുതര ഭാവം മിഴിയിൽ പതിയാനൊരു കിരണം പനിമതി മുഖപടമാഭരണം കരളിലെ കഥനവും കാവ്യമയം തക്കധിമി തക്കധിമി ധീം തതോ ധിമി തകധിമി തകദാം തതോ നവനവയുഗ നടകളിലൊഴുകൂ സ്വരഹിമജല തരളിത ഗംഗേ ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നവരസജന്യം ലയവിന്യാസം പദമായി കലയായി വിടരുന്നു ഋതുപരിണാമം മരതക ഭൂവിൽ വരമായി കരവായി നിറയുന്നു തളിരിതൾ നീർത്തുന്നു താരുണ്യം ആർക്കമലർത്തേൻ കണമായി കാരുണ്യം തകധിമി തകധിമി ധീം തതോ ധിമി തകധിമി തകതാം തതോ ദ്രുത ത്രിപുടയിൽ ദുന്ദുഭിനാദം ധ്രുവനടകളിൽ നന്ദി മൃദംഗം നനനാദ്രധീദ്രനാദ്രധീദ്രനാദ്രധീനധാധീമോ നാദ്രധനധീരന നധിരധീം തനാ നാദ്രധനധീരന നധിരധീം തനാ ശിവകരടമരുകലയമായി നാദം
ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം പ്രകൃതിയിലനഘജതികളോ വനലത ഇളകും ലയഗതി പവന നടകളായി സ്വരകാലിക ചടുലമൊഴുകും അമൃതഗംഗേ ശിവകരണമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നാദധന ധിരന ധിരധീംതനാ നാദധന ധിരന ധിരധീംതനാ. ആഹാ ആഹാ ഒരു രക്ഷയില്ല. ഇപ്പൊ ഇവരുടെ ഹാർട്ട് ബീറ്റ് നോക്കിക്കഴിഞ്ഞാല് ഒരു 135 140 കാണും. ഉണ്ടാവും. 72 മിനിമം. പ്രത്യേകിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പാടുന്ന വരികളെ ഒരാള് മിസ് ചെയ്താൽ മതി, അത്രയും റിസ്ക് ഉള്ള ഒരു പാട്ട്. കറക്റ്റ് ഓർഡർ അല്ലല്ലോ. അല്ല അല്ല ആ, ഒരാള് പാടി ജസ്റ്റ് റിവേഴ്സ് പകുതി ലൈനൊക്കെ വരുന്നു. ഇതില് ആക്ച്വലി ഇത് ഒരു 95% ചിത്ര ചേച്ചി തന്നെയാണ് സോളോ പാടിയിട്ടുള്ളത്. പിന്നെ ഗായത്രി ചേച്ചിയുടെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഡ്യുവറ്റ് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ അങ്ങ് ഡിവൈഡ് സ്പ്ലിറ്റ് ചെയ്തു. വെരി നൈസ്. രാജാ സാറ് കേൾക്കണ്ട. എന്തായാലും സംഭവം അടിച്ചു പൊളിച്ചു, നന്നായിരുന്നു. വളരെ ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ബ്യൂട്ടിഫുൾ, കൊള്ളാം. താങ്ക് യു സോ താങ്ക് യു വെരി മച്ച് സോണി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗംഗയുടെ പാട്ടുകളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വളരെ ഇൻസ്പിറേഷണൽ സിംഗറാണ് ഗംഗ ചേച്ചി. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഞാനും ഗാനമേളയിൽ പാടി തുടങ്ങിയ സമയത്ത് ചേച്ചി ഇതുപോലെ SP സാറിന്റെ കൂടെയൊക്കെയുള്ള സ്റ്റേജ് ഷോസ് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പിന്നെ സൂര്യാംശം എന്നുള്ള പാട്ട് തൊട്ടേ അറിയാം. ശരി, ഓക്കെ, സന്തോഷം. എന്നാ ഗംഗയ്ക്ക് ഉള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലതാജിയാണ് എന്നാണ് ഞാൻ കേട്ടത്. സത്യം. ജാനകിമേൽ തുടങ്ങിയിട്ട് ലതാജിയാണ് എന്നെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നത് ലതാജിയുടെ പാട്ടുകൾ കേട്ട് തുടങ്ങിയപ്പോഴാണ്. അതുവരെ പാട്ട് പാടി നടക്കുമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ ലതാ മങ്കേഷ്കറിന്റെ പാട്ട് ഇനി കുറെ കേൾക്കണം, എൻ്റെ ശബ്ദം നല്ല അതിന് പറ്റിയതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യും എന്നെ. അച്ഛൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കാസറ്റ് വാങ്ങി തന്നു, ലതാജിയുടെ ഒരു കാസറ്റ് ആദ്യമായിട്ട്. അത് കേട്ട് 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 എനിക്കിങ്ങനെ അപ്പോഴാണ് കറക്റ്റ് 90-ലോ 91-ഓ എനിക്ക് ഓർമ്മയില്ല, ലതാജിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ആ വർഷം. അത് ദൂരദർശനിലെ ലൈവായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ആംബിയൻസും ഒക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക്, അപ്പം ഞാനും ഇങ്ങനെ ഒരു പാട്ടുകാരിയായ എന്താ, അപ്പോഴാണ് ഒരു പൊട്ടി മുളച്ചെന്നൊക്കെ പറയില്ല, ഒരു സ്വപ്നം ഇങ്ങനെ മനസ്സിൽ വന്നത് അപ്പോഴാണ്. അപ്പൊ എന്തായാലും ഒരു പാട്ട്, ലതാജിയുടെ ഒരു പാട്ട് പാടും. ഡെഫിനറ്റ്ലി, എന്ന് എപ്പോൾ ചോദിച്ചാലും പാടാൻ സന്തോഷമേ ഉള്ളൂ. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले के फिर ये हंसी शायद
ആഹാ മനോഹരം മനോഹരം. ലതാജി മരിച്ചപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സഫലീകരിക്കണം എന്നുണ്ടായിരുന്നു. ലതാജി നൈറ്റ്, ലതാ മങ്കേഷ്കർ നൈറ്റ് എന്നൊരു പ്രോഗ്രാം നീ ചെയ്ത് കാണണം എന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ലതാജി മരിച്ച ആ കൊല്ലം, കഴിഞ്ഞ കൊല്ലം ഞാൻ ചെന്നൈയിലൊരു 3 hours സോളോ ഷോ ചെയ്തു. ലതാജി സോളോ ഷോ ഞാൻ തന്നെ ഓർഗനൈസ് ചെയ്ത് എൻ്റെ അച്ഛനും ലതാജിക്കും വേണ്ടി അർപ്പണമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തൊരു സന്തോഷം അതിൽ കിട്ടി. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്.